നിങ്ങളെ പിതാവിനെ കല്ലുവാരി എറിഞ്ഞിട്ടുണ്ടോ? സ്നേഹത്തോടല്ല, വിഷമത്തോടെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ കല്ലുവാരി എറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ ഇടയ്ക്ക് കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. സ്വന്തം പിതാവിനെ കല്ലുവാരി എറിയുന്ന രണ്ട് മക്കൾ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് കണ്ടൊരു കാഴ്ചയാണ്. ഒരു ചേച്ചി ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നിട്ട് കുടത്തിനകത്ത് വെള്ളം ചുമന്നുകൊണ്ട് മുകളിലോട്ട് കയറി പോകുന്ന ഒരു കാഴ്ച. ഞാൻ നോക്കിയപ്പോൾ എന്തോ ആ കുന്നിന്റെ മുകളിൽ ഒരു വീട് കാണാൻ കഴിയുന്നുണ്ട്. ഓട് ഇട്ടൊരു വീട്. ആ ഓടിനെ കവർ ചെയ്തുകൊണ്ട് കുറെ ടാർപോളിൻ ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയ ഒരു കുഞ്ഞു വീട്. അവിടെ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളിൽ നിന്ന് കളിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ഞാൻ ഒരുപാട് താഴെ നിന്നാണ് കാണുന്നത് ഈ കാഴ്ച. ഈ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം തുണികൾ കഴുകാൻ വേണ്ടിയാണ് കേട്ടോ. ആ കുട്ടികളുടെ തുണിയാവാം, ചിലപ്പോൾ ആ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ തുണിയാവാം, ആ ചേച്ചിയുടെ തുണിയൊക്കെ ആവാം. ആ ഒരു ചാക്കിനകത്ത് മണ്ണ് നിറച്ചിട്ട് അതിന് മുകളിൽ ഒരു പാറക്കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഈ ചേച്ചി തുണി കഴുകുന്നത്. അത് കണ്ടപ്പം കൊള്ളാം. കാരണം കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്ന ചേച്ചി ഇടയ്ക്കിട്ട് ആ കുട്ടികളെ സംസാരിക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ വ്യക്തമായിട്ടൊന്നും കേൾക്കാൻ പറ്റില്ല, കാരണം ഒരു കുന്നിന്റെ മുകളിലാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ ഈ കുന്നിൽ കൂടെ ഇങ്ങനെ മേളിലോട്ട് കയറി പോകുന്ന ഒരു കാഴ്ചയെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കുക നോക്കുന്ന നേരത്തിൽ പിന്നെ കാണുന്ന പറയും ഈ കഴിയ പാത്രങ്ങളും കുടങ്ങളും എല്ലാം കൂടെ ഈ കുന്നിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഉരുണ്ട് വരുന്ന ഒരു കാഴ്ച എനിക്ക് പിന്നെ കാണാൻ കഴിഞ്ഞത്. കുറച്ച് സമയം അവിടെ ചെറിയൊരു വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടു. പിന്നെ ഞാൻ നോക്കിയപ്പം അവിടുത്തെ ആ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലേ, ഈ ഇദ്ദേഹത്തെ കല്ലുവാരി എറിയുന്ന ഒരു കാഴ്ചയാണ് ഈ കാണാൻ കഴിഞ്ഞത്. ആ പൊടി കുഞ്ഞുങ്ങൾ എന്തായിരിക്കും കാരണം? ഞാൻ പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ കുഞ്ഞുങ്ങളുടെ അച്ഛനാണെന്ന് എനിക്ക് മനസ്സിലായി. അതെയാണ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ പൈസയ്ക്ക് മദ്യപിച്ചിട്ട് വന്ന് ആ ചേച്ചി കഴിയ തുണികളെല്ലാം വാരിച്ച് വാരി എറിയുന്ന ഒരു കാഴ്ച. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആ മദ്യപാനമൊക്കെ ആയിരിക്കാം ചിലപ്പം ആ ഒരു വീടിന്റെ അവസ്ഥ ഇപ്പോഴും ആ ടാർപോളിൻ ഷീറ്റിനകത്ത് നിൽക്കുകയും ആ കുട്ടികളുടെ മാനസികാവസ്ഥ. കാരണം ഈ കുഞ്ഞു പ്രായത്തിലും അവരുടെ സ്വന്തം അച്ഛനെ അല്ലെങ്കിൽ ഇതന്നെ കല്ലുവാരി എറിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ. ആ കുഞ്ഞു മനസ്സിൽ അച്ഛനോടും അമ്മയോടുള്ള ആ ഒരു സ്ഥാനം എന്തായിരിക്കും അവർക്കുള്ള? അച്ഛൻ എന്നൊരു വ്യക്തിയെ കുറിച്ച് അവരുടെ മനസ്സിലുള്ള സങ്കല്പം എന്തായിരിക്കാം? കാരണം ആ ഒരു അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിരിക്കാം ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾ ആ കല്ലുവാരി എറിയുക ചെയ്യുന്നത്. അന്നേരം ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ എങ്ങനെ തീരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അന്നേരം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ജസ്റ്റ് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.